തമിഴ്നാട്ടിൽ വയൽത്തട്ടാൻ എന്നൊക്കെ അറിയപ്പെടുന്ന തുമ്പിയുടെ ആണും പെണ്ണുമാണ് ഈ കാണുന്നത്. ഈ തുമ്പി ഇൻസെക്റ്റ ക്ലാസ്സിലെ ലിബല്ലുലിയുടെ ഫാമിലിയിൽപ്പെട്ട ന്യൂറോത്തമിസ് തുള്ളിയ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ്. ഈ സ്പീഷീസിന്റെ ബൈനോമിയൽ നെയിം ഇട്ടേക്കുന്നത് 1773 ഡ്രൂറിയാണ്. പിന്നെ ഇതിന്റെ കോമൺ നെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈഡ് പാഡി സ്കിമ്മർ, പൈഡ് പാരസോൾ, പൈഡ് പേർച്ചർ, ബ്ലാക്ക് സ്പോട്ട് വിഡോ എന്നൊക്കെയാണ്. ഈ സ്പീഷീസിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, മിയാൻമാർ, തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ, ചൈന, തായ്വാൻ, കംബോഡിയ എന്നീ റീജിയൻസ് ആണ്. ഈ വീഡിയോ എടുത്തേക്കുന്നത് കേരളത്തിൽ നിന്നാണ്. പിന്നെ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേരളത്തിലെ തന്നെ ചതുപ്പുകളിലും പാടങ്ങളിലും കുളങ്ങളിലും കായലുകളുടെ ഒക്കെ ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് ഇത് കണ്ടുവരുന്നത്. അവിടെ നിൽക്കുന്ന ചെറിയ പുല്ലുകളുടെയും ചെടികളുടെയും ക്രീപ്പേഴ്സിൻ്റെയും ഒക്കെ ഇലകളിൽ ഇതിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലീഫ് ഹോപ്പേഴ്സിനെയും അല്ലെങ്കിൽ മൈക്രോ ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ മോത്സിനെ പറയുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇത് ഹണ്ട് ചെയ്ത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ പ്രെഡേറ്റർ ആണ്. പിന്നെ ഇൻസെക്ട് പോപ്പുലേഷൻ അഗ്രികൾച്ചർ ഫീൽഡ്സിലും ലാൻഡ്സിലൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയാണ് ഈ സ്പീഷീസ്. ഇത് വയലുകളിൽ ഒരുപാട് കാണുന്നതുകൊണ്ടായിരിക്കാം ഇതിനെ വയൽത്തട്ടാൻ എന്ന് തമിഴിൽ വിളിക്കുന്നത്. പിന്നെ ഇതിനെ ഹണ്ട് ചെയ്യുന്നത് കിളികൾ, ചെറിയ കിളികൾ, തവളകൾ, പിന്നെ ഇതിലും വലിയ ഡ്രാഗൺ ഫ്ലൈസ് അതായത് തുമ്പികളും ഇതിനെ ഹണ്ട് ചെയ്യും. അതുകൂടാതെ ഇത് വെറ്റ്ലാൻഡ് ഹെൽത്തിൻ്റെയും ബയോഡൈവേഴ്സിറ്റിയുടെയും ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. അപ്പോൾ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തുമ്പിയുടെ മെയിലിനെയാണ്. ഫീമെയിലിനെ ഈ വീഡിയോയുടെ എൻഡിലേക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ വളരെ സ്റ്റേബിളാണ്, വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. IUCNൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഫ്യൂച്ചറിലേക്ക് ഇതിനൊരു ത്രെറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അർബൻ ഏരിയാസ് വെറ്റ്ലാൻഡ് കൈയടക്കുന്നതും പിന്നെ വെറ്റ്ലാൻഡ്സിൻ്റെ നമ്പർ കുറയുന്നതും പിന്നെ ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസേജ് കൂടുന്നതും ഒക്കെ ഒരു പ്രശ്നമാണ്. ഇനി ഇതിൻ്റെ ഒരു ഫുഡ് ആൻഡ് ഫീഡിങ് ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡൽട്സ് മെയിനായിട്ടും ഈ കൊതുകുകളെ, ചെറിയ ഫ്ലൈയിങ് ഇൻസെക്ട്സ് അതായത് കൊതുകുകളെയൊക്കെയാണ് ഇത് കഴിക്കുന്നത്, ഹണ്ട് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പാടങ്ങളിലൊക്കെ കാണുന്ന മോത്സ് അതുപോലെയുള്ള പെസ്റ്റുകളെയും ഇത് കഴിക്കും. അതായത് കൊതുകിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും തുമ്പികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തുമ്പികളുടെ ഇനി ഒരു പ്രീമച്വർ സ്റ്റേജിലുള്ള, അതായത് ഈ പൂമ്പാറ്റകളുടെ ഒക്കെ കാറ്റർപില്ലേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ തുമ്പികളുടേത് നിംസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതൊരു അക്വാറ്റിക് സ്റ്റേജാണ്. അതായത് അതിനെ വെള്ളത്തിലൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അക്വാറ്റിക് ലാർവകളെയും പിന്നെ ക്രസ്റ്റേഷ്യൻസിനെയും പിന്നെ അതുപോലെ തന്നെ ഈ തവളകളുടെ കൂത്താടികളെയൊക്കെയാണ്. ഈ തുമ്പികൾ കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് പകൽ സമയങ്ങളിലാണ്. പകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്സിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ധാരാളം വെള്ളവും അക്വാറ്റിക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാസ് ആയിരിക്കും. മഴക്കാലത്ത് പാടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഇതിന് കാണാം. ഇനി ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ മെയിനായിട്ട് 4 സ്റ്റേജസ് ആണ്. ആദ്യത്തെ സ്റ്റേജ് എഗ്ഗ്, രണ്ടാമത്തത് നിംസ്, മൂന്നാമത്തത് എമർജൻസ്, നാലാമത്തത് അഡൽട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് വെള്ളവും അക്വാറ്റിക് പ്ലാന്റ്സ് ഉള്ള ഇടമാണെന്ന്. അത് ബേസിക്കലി ഇത് എഗ്ഗ് ലേ ചെയ്യുന്നത്, അതായത് മുട്ടകൾ ഇടുന്നത് അക്വാറ്റിക് പ്ലാന്റ്സിലും അതുപോലെ തന്നെ വാട്ടർ സർഫേസസിലൊക്കെയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ് നിംഫ്. അപ്പോൾ ഇത് മാസങ്ങളോളം ഈ സ്റ്റേജിൽ തന്നെ കാണും. ഇതൊരു അക്വാറ്റിക് പ്രെഡേറ്ററി ലാവാസ് ആണ്. പിന്നെ വരുന്നത് എമർജൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജാണ്. അതായത് ഈ നിംസ് വെള്ളത്തിൽ നിന്ന് ഇഴഞ്ഞ് കരയിലേക്ക് കയറുന്ന ആ ഒരു സ്റ്റേജാണ് ഈ പറഞ്ഞ എമർജൻസ്. അത് ഈ നിംസിനും അഡൽട്സിലേക്കുള്ള ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. നാലാമത്തെ സ്റ്റേജ് അഡൽട്സ് ആണ്. അത് ആഴ്ചകളോളം മാത്രമേ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ അഡൽട്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു നാച്ചുറൽ പ്രെഡേറ്റർ ആണെന്നുള്ളത്. ഈ തുമ്പികൾ എയറിൽ നിന്ന് തന്നെയാണ് ഇരയെ പിടിക്കുന്നത്. അതിനായിട്ട് ഇതിനെ സഹായിക്കുന്നത് നല്ല കാഴ്ചശക്തിയും പിന്നെ അതുപോലെ തന്നെ ഇരയെ പിടിക്കാൻ നേരത്തുള്ള ആ ഒരു സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സും ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ വേട്ടയാടാൻ വരുന്ന ജീവികളിൽ നിന്നുള്ള ഇതിൻ്റെ ഒരു എസ്കേപ്പ് ടാക്ടിക്സ് ആണ്. അതിൻ്റെ അകത്ത് ഒന്ന് ഈ ഹെലികോപ്റ്ററൊക്കെ പൊങ്ങണമാതിരി വേർട്ടിക്കലായിട്ട് പെട്ടെന്ന് ഇതങ്ങോട്ട് പൊങ്ങും, അതുപോലെ തന്നെ താഴുകയും ചെയ്യും. അപ്പോൾ ഇതിനെ സ്പോട്ട് ചെയ്യൽ കുറച്ച് എളുപ്പമായിരിക്കില്ല ഓൺ ഫ്ലൈറ്റ്. പിന്നെ ഇലകളിൽ വന്ന് ചെന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് ഇരിക്കണ മാതിരിയേ തോന്നുള്ളൂ. അതായത് ഇത് ക്യാമഫ്ലേജിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്ലോ ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ഒരു പറക്കൽ. അപ്പോൾ ഇതിനെ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല വിഷനാണുള്ളത്. ഇത് പെട്ടെന്ന് പൊങ്ങുകയും പെട്ടെന്ന് താഴുകയൊക്കെ ചെയ്യും. അത് ഭയങ്കര സ്വിഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇത് രക്ഷപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. അപ്പോൾ ഇത് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സീസൺ തന്നെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ആണ് ഇതിനെ കരുതപ്പെടുന്നത്. പിന്നെ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാത്ത നല്ല എൻവയോൺമെൻറ്റ്സിലും
പാടങ്ങളിലുമാണ് ഇതിനെ കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ബംഗാളിലും കേരളത്തിലൊക്കെ ആയിട്ട് ഇത് കുട്ടികളുടെ പാട്ടുകളിലും കഥകളിലും പിന്നെ അതുപോലെ തന്നെ നാടോടി കഥകളിലൊക്കെ തന്നെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ഈ തുമ്പി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ ഫീമെയിൽസ് പറക്കുന്നതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.